ദക്ഷിണ ഇറാനിലെ തന്ത്രപ്രധാന മേഖലയായ ബന്ദർ അബ്ബാസ് വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാക്കി ഇറാന്റെ അതിശക്തമായ തിരിച്ചടി. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് നടത്തിയ മിസൈൽ വർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടതോടെ പ്രദേശം മറ്റൊരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവച്ചാൽ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ അപ്പാടെ തകർക്കുമെന്ന പ്രഖ്യാപനവുമായാണ് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. ബന്ദർ അബ്ബാസിലെ US നടപടികൾക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തങ്ങളുടെ പ്രതികാര നടപടികൾക്ക് തുടക്കമിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒന്നിനു പിറകെ ഒന്നായി ഇറാന്റെ മിസൈലുകൾ കുതിച്ചുയരുന്നതിന്റെയും US താവളങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നതിന്റെയും അതീവ നാടകീയമായ ദൃശ്യങ്ങളാണ് IRGC തങ്ങളുടെ മാധ്യമങ്ങൾ വഴി ലോകത്തിനു മുന്നിൽ പങ്കുവച്ചിരിക്കുന്നത്. അമേരിക്ക വിരുദ്ധ പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും പതിപ്പിച്ച മിസൈലുകളാണ് സൈനികർ വിക്ഷേപണത്തിനായി സജ്ജമാക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തങ്ങളുടെ മണ്ണിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിനുള്ള കൃത്യമായ മറുപടിയായാണ് ഈ സൈനിക നീക്കമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ആക്രമണോത്സുകമായ നയങ്ങൾ തുടരുകയാണെങ്കിൽ ഇതിലും ഭീകരമായ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ നേരിടേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുന്ന ഏതൊരു ശക്തിയെയും തങ്ങൾ നിലംപരിശാക്കുമെന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷനിലൂടെ അവർ നൽകുന്നത്. ഇറാൻ ഉന്നയിച്ച അവകാശവാദങ്ങളെക്കുറിച്ച് വാഷിംഗ്ടണിലെ പെന്റഗൺ വക്താക്കളോ US സൈനിക നേതൃത്വമോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. തങ്ങളുടെ താവളങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ US സൈന്യം പുലർത്തുന്ന നിശബ്ദത അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോടും സൈനിക വ്യൂഹങ്ങളോടും അതീവ ജാഗ്രത പാലിക്കാൻ വൈറ്റ് ഹൗസ് നിർദ്ദേശിച്ചതായാണ് സൂചനകൾ. അതേസമയം ഇറാന്റെ മിസൈൽ പ്രയോഗത്തെ സ്ഥിരീകരിക്കുന്ന നിർണായക വിവരങ്ങളാണ് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ ശത്രുതാപരമായ മിസൈലുകളെയും ഡ്രോണുകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിജയകരമായി തടഞ്ഞ് നശിപ്പിച്ചതായി കുവൈറ്റ് വ്യക്തമാക്കി. തങ്ങളുടെ ആകാശത്ത് വെച്ച് തന്നെ ഈ ഭീഷണികളെ നിർവീര്യമാക്കാൻ സാധിച്ചതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായതെന്ന് കുവൈറ്റ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണമുള്ള ബന്ദർ അബ്ബാസ് മേഖലയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കമാണ് ഇറാന്റെ പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണമായത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയായ ഈ മേഖലയിൽ US യുദ്ധക്കപ്പലുകളും ഇറാൻ സൈന്യവും തമ്മിൽ ദീർഘനാളായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ വ്യോമാക്രമണം. അമേരിക്കയുടെ ആദ്യ പ്രഹരത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഇത്രയും വലിയൊരു തിരിച്ചടിക്ക് മുതിർന്നത് പാശ്ചാത്യ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ സ്വാധീനവും സൈനിക ശേഷിയും വ്യക്തമാക്കുന്നതാണ് ഈ മിസൈൽ വിക്ഷേപണം. കുവൈറ്റിലെ താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുക്കുക വഴി തങ്ങൾക്ക് പശ്ചിമേഷ്യയിലെ ഏത് അമേരിക്കൻ താവളത്തെയും കൃത്യമായി ലക്ഷ്യം വെക്കാൻ സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഈ ആക്രമണം വരും ദിവസങ്ങളിൽ സഖ്യകക്ഷികളായ മറ്റ് അറബ് രാജ്യങ്ങളുടെ സുരക്ഷയെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയും ശക്തമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഉറപ്പിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഇത്തരം സൈനിക ഏറ്റുമുട്ടലുകൾ അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങൾക്ക് ഉയർത്തുന്ന വലിയ വെല്ലുവിളിയാണ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിനു മുന്നിൽ ഇറാൻ ഉയർത്തുന്ന ഈ പുതിയ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെയും മിസൈൽ സാങ്കേതിക വിദ്യകളെയും നിയന്ത്രിക്കാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ട്രംപ് ഭരണകൂടം നിർബന്ധിതരായേക്കും. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് വലിയൊരു മനഃശാസ്ത്രപരമായ യുദ്ധതന്ത്രം കൂടിയാണ്. മിസൈലുകളിൽ വിദ്വേഷ പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതും സൈനികരുടെ ആത്മവിശ്വാസവും തങ്ങളുടെ ജനങ്ങൾക്കിടയിലും അറബ് ലോകത്തും ഒരു വലിയ രാഷ്ട്രീയ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കാൻ ഇറാനെ സഹായിക്കും. അമേരിക്കയുടെ അപ്രമാദിത്വത്തിന് തങ്ങൾ വഴങ്ങില്ലെന്ന കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണിത്. മിസൈലുകളെ തടഞ്ഞു നിർത്തിയെങ്കിലും കുവൈത്ത് ഭരണകൂടം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളുടെ മണ്ണിലുള്ള വിദേശ സൈനിക താവളങ്ങൾ അയൽ രാജ്യങ്ങളുടെ ആക്രമണത്തിനിരയാകുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ചർച്ചകൾ കുവൈറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. മേഖലയിലെ പ്രബല ശക്തിയായ ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാൻ കുവൈറ്റ് താൽപര്യപ്പെടുന്നില്ലെങ്കിലും
സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അവരെ പ്രതിസന്ധിയിലാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് പശ്ചിമേഷ്യൻ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും IRGCയുടെ ആസ്ഥാനങ്ങളെയും ലക്ഷ്യമിട്ട് വ്യോമസേന രംഗത്തിറങ്ങിയാൽ അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ചർച്ചകൾ അടിയന്തരമായി ആരംഭിക്കേണ്ടതുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രകോപനങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള സൈനിക അസ്വസ്ഥതകൾ എണ്ണക്കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് തടസ്സമാകും. ഇത് ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായേക്കാമെന്നത് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ്. സൈന്യത്തിന്റെ നിശബ്ദത തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തങ്ങളുടെ സൈനികർക്ക് പരിക്കേൽക്കുകയോ താവളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായി വെച്ചുകൊണ്ട് ഇറാനുമേൽ വലിയൊരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്യുകയായിരിക്കാം പെന്റഗൺ. ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ അമേരിക്ക വരും മണിക്കൂറുകളിൽ പ്രയോഗിച്ചേക്കാം. ഇറാൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം ശക്തമായി നിലനിർത്താൻ IRGC ഈ ദൃശ്യങ്ങളെ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. തങ്ങളുടെ സൈനിക കരുത്ത് പാശ്ചാത്യ ശക്തികൾക്ക് മുകളിലാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. എന്നാൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഒരു നീണ്ട യുദ്ധത്തെ എത്രത്തോളം പ്രതിരോധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ബന്ദർ അബ്ബാസിലെ ആക്രമണവും അതിനു മറുപടിയായി കുവൈറ്റിലെ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ വർഷവും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു കനൽപാതയിലേക്ക് നയിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് കുവൈത്ത് ഈ ആക്രമണത്തെ ചെറുത്തെങ്കിലും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന സൈനിക നീക്കങ്ങൾ പ്രവചനാതീതമാണ്. അമേരിക്കയുടെ അടുത്ത നീക്കവും ട്രംപിന്റെ നയതന്ത്രപരമായ ഇടപെടലുകളും മാത്രമായിരിക്കും ഈ മേഖലയിലെ സമാധാനം നിർണയിക്കുക.